ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മായികമായുള്ള ശ്രീരാമൻ്റെ ലീലകൾ രാമചരിതത്തിലെ പ്രധാന സന്ദർഭങ്ങൾ സംക്ഷേപിച്ച് സീതാദേവി ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സീതാന്വേഷണം ചെയ്ത് മാർഗേ സുഗ്രീവ സഖ്യം, വാലി നിഗ്രഹം, അതെല്ലാം പരാമർശിക്കപ്പെട്ടു. തുടർന്ന് ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ചെയ്ത് ലങ്കയെ മർദ്ദിച്ച് ശസ്ത്രത്താൽ രാവണനെ നിഗ്രഹിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട രാമാവതാരത്തിൻ്റെ ദൗത്യനിർവഹണം പൂർത്തിയാക്കി. അനന്തരം എന്നെ വീണ്ടെടുത്തു, പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട്, വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണത്. ഇപ്പോൾ രാവണ നിഗ്രഹം ചെയ്തു. ഇവിടെ മറ്റൊരു വിഷയം സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഒരു രാജ്യത്തെ രാജാവിനെ ആരാണോ വധിക്കുന്നത് അയാളാണ് ആ രാജ്യത്തിൽ പിന്നീട് രാജാവാകേണ്ടത്. അഥവാ അയാൾക്ക് അധീനമാണ് രാജ്യം. രാജാവിനെ വധിക്കുന്ന ക്ഷത്രിയന് അധീനമാണ് രാജ്യം. അങ്ങനെ വരുമ്പോൾ ശ്രീരാമനാണ് ലങ്ക ഭരിക്കാൻ അധികാരി. എന്നാൽ ശ്രീരാമൻ്റെ ധർമ്മബോധം കൊണ്ടും അതിലുപരി രാഷ്ട്രതന്ത്രജ്ഞത കൊണ്ടും ആ ഒരു സന്ദർഭം ശ്രീരാമൻ ഒഴിവാക്കിയിട്ടുണ്ട്. ധർമ്മബോധം കൊണ്ട് എന്ന് പറഞ്ഞത് 14 വർഷം വനവാസമാണ് താൻ സ്വീകരിച്ചത്. 2, ഓരോ പ്രദേശത്തും വ്യത്യസ്ത രാജവംശങ്ങൾ സ്ഥാപിതങ്ങളാണ്. അതിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ ധർമാനുസാരിയല്ല. ഇത് 2ആണ് ധർമ്മബോധം എന്ന് പറഞ്ഞതിനുകൊണ്ട് ഉദ്ദേശിച്ചത്. അതോടൊപ്പം രാജ്യതന്ത്രജ്ഞത, രാഷ്ട്രതന്ത്രജ്ഞത, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആശ്രയിച്ച വിഭീഷണനെ ആ സമയത്ത് തന്നെ ഭാവി രാജാവായിട്ട് ലക്ഷ്മണനെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ശ്രീരാമൻ. തൻ്റെ മന്ത്രിമാരോടുകൂടി വന്ന് ശ്രീരാമനെ സമാശ്രയിച്ചു വിഭീഷണൻ. വിഭീഷണനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. ശ്രീരാമൻ വിഭീഷണനെ സ്വീകരിക്കുക തന്നെ ചെയ്തു. കാരണം രാവണൻ്റെ ഓരോ രഹസ്യങ്ങളും തന്നെ, യുദ്ധനീക്കവും തന്നെ അറിയുന്നവനാണ് വിഭീഷണൻ. ആ വിഭീഷണൻ തനിക്ക് സ്വാധീനമായാൽ തീർച്ചയായിട്ടും രാവണ നിഗ്രഹം സാധിക്കും എന്നുള്ളത് തന്ത്രജ്ഞനായ ഹനുമാനറിയാം, രാമനറിയാം. ഹനുമാനെ പറയാൻ കാരണം ഹനുമാനാണ് ആ ഒരു അഭിപ്രായം രാമൻ്റെ മുമ്പിൽ വെച്ചത്. വിഭീഷണനെ സ്വീകരിക്കണം എന്ന അഭിപ്രായം. ഉടനെ തന്നെ ലക്ഷ്മണനെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ചു വിഭീഷണനെ ഭാവി രാജാവായിട്ട്. ഇവിടെ ഒരു ധർമ്മബോധം
നമുക്ക് ഒളിഞ്ഞു കാണാം. സ്വർണ്ണമയിയായ ലങ്കാനഗരി അത് തനിക്ക് അധീനയാവരുത്, രാവണൻ്റെ പിന്മുറക്കാർ തന്നെ അത് തുടർന്ന് ഭരിക്കണം. ആ ഒരു നിലയ്ക്കാണ് വിഭീഷണനെ അഭിഷേകം ചെയ്തത്. അതിൽ നിന്ന് അണു വ്യതിചലിക്കാതെ വിഭീഷണന് കൈമാറി ലങ്കാനഗരിയെ. അതാണ് ശ്രീരാമൻ, അതാണ് ശ്രീരാമൻ്റെ ധർമ്മനിഷ്ഠ. അത് സൂചിപ്പിക്കുന്നു. വിഭീഷണനെ അഭിഷേകം ചെയ്തു, ഭക്തനായ വിഭീഷണൻ അഭിഷേകം ചെയ്തു. പിന്നീട് പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി. അഗ്നിയിൽ നിന്ന് തിരിച്ചു വാങ്ങി സീതയെ. അവിടെ പ്രത്യേകം പരാമർശിച്ചത് ലോകസമ്മതമാക്കിക്കൊണ്ട്. എന്താണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്? സീത പരിശുദ്ധയാണെന്ന് ലോകത്തിൽ മറ്റാരെക്കാളും അറിയുന്നതാണ് ശ്രീരാമന്. ശ്രീരാമൻ അറിയാം സീത പരിശുദ്ധയാണ്. എന്നാൽ അഗ്നി പരീക്ഷ നടത്തി സീത പരിശുദ്ധയാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു രാമൻ, അഥവാ അതിനാവശ്യപ്പെട്ടു രാമൻ. എന്താണിത് കാണിക്കുന്നത്? ഒരു ഭരണാധികാരി തെറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല, ഒരു ഭരണാധികാരിയിൽ തെറ്റ് ആരോപിക്കപ്പെടരുത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സീത പരിശുദ്ധയാണെന്ന് ഭർത്താവായ ശ്രീരാമൻ അറിയാം. എന്നാൽ രാജാവായ ശ്രീരാമന്, ഭരണാധികാരിയായ ശ്രീരാമന്, അഥവാ ഭരണാധികാരിയാവേണ്ടുന്ന ശ്രീരാമന് ചില കർത്തവ്യാധിക്യങ്ങളുണ്ട്. അത് ലോകസമക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഒരു തെറ്റ് ആരോപിക്കപ്പെടരുത് ഭരണാധികാരിയുടെ പേർക്ക്. തെറ്റ് ആരോപിക്കപ്പെടുക മാത്രമല്ല, നിയമദൃഷ്ട്യ നിയമപ്രകാരമുള്ള അന്വേഷണ ഏജൻസികൾ കുറ്റക്കാരാണെന്ന് ചൂണ്ടിക്കാണിച്ചാലും അധികാരസ്ഥാനങ്ങളിൽ കടിച്ച് പിടിച്ച് തൂങ്ങിക്കിടക്കുന്നവരാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ഭരണാധികാരികൾ. ഏതെല്ലാം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലും അത് സുസ്പഷ്ടമായി ലോകത്തിന് വെളിവാകും വിധമുള്ള സാഹചര്യങ്ങൾ വന്നാലും നിയമമനുസരിച്ചിട്ടുള്ള അന്വേഷണ ഏജൻസികൾ അത് ചൂണ്ടിക്കാണിച്ചാലും താൻ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ, തൻ്റെ നിഷ്കളങ്കത്വം തെളിയിക്കപ്പെടട്ടെ എന്നുള്ള ധാർമ്മിക ബുദ്ധി പോലും ഇല്ലാത്തവരായി പോകുന്നു ഈ കലിയിൽ ഭരണാധികാരികൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീത പരിശുദ്ധയാണെന്ന് മറ്റാരെക്കാളും ശ്രീരാമൻ അറിയാം. അത് ശ്രീരാമൻ എന്ന ഭർത്താവിനാണ്, ശ്രീരാമൻ എന്ന രാജാവിനല്ല. ശ്രീരാമൻ എന്ന രാജാവ് അത് ലോകസമക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ഈയൊരു ആശയം എന്നുമെന്നും സ്മർത്തവ്യമാണ്. അത് വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് സീത അഗ്നിശുദ്ധയായി വന്ന ആ സന്ദർഭത്തെ സീതാദേവി തന്നെ സൂചിപ്പിക്കുകയാണ് ലോകസമ്മതമാക്കിക്കൊണ്ട്. ഈ ലോകസമ്മതമാക്കിക്കൊണ്ട് വേണം ഭരണാധികാരികൾ പ്രവർത്തിക്കേണ്ടത്, ലോകസമ്മതമാക്കിക്കൊണ്ട് വേണം ഭരണാധികാരികൾ ജീവിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവർ ഭരണാധികാരികളായിരിക്കാൻ അർഹരല്ല. ഈ സന്ദേശം രാമായണം നമുക്ക് നൽകുകയാണ്. കാലിക പ്രസക്തിയുള്ള സന്ദേശമാണ്. ഏതായാലും തുടർന്നുള്ള ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം.